आज की हिंदी कक्षा में सबको स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി വ്യാകരൺ, ഹിന്ദി ഗ്രാമർ ക്ലാസ്സിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാൽ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കാൽ? സമയക്ക സൂചന ദേത്താ ഹെ. സമയത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് കാൽ അല്ലെങ്കിൽ ടെൻസ്. കാലത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഭൂതകാൽ, വർത്തമാൻ കാൽ, ഭവിഷ്യത് കാൽ. കാൽ के तीन भेद हैं: भूतकाल, वर्तमान काल, भविष्यत काल. भूतकाल मीन्स पास्ट टेंस, वर्तमान काल मीन्स പ്രസൻറ്റ് ടെൻസ്, ഭവിഷ്യത് കാൽ മീൻസ് ഫ്യൂച്ചർ ടെൻസ്. അതുപോലെ തന്നെ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ ബീത്തെ ഹുയ സമയക്ക സൂചന ദേത്താ ഹെ. കഴിഞ്ഞു പോയ സമയത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഭൂതകാൽ. അതിനെ ആറായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെ ഉസ്കെ ഛഹ് ഭേദ് ഹെ: സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, ഹേതുമത് ഭൂതകാൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമാന്യ ഭൂതകാലും ആസന്ന ഭൂതകാലും പൂർണ്ണ ഭൂതകാലം വരെയാണ് എടുത്തത്. അതെന്താണെന്നും എങ്ങനെ ആ കാലഘട്ടം നമുക്ക് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള നിയമങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് എന്താണ് അപൂർണ്ണ ഭൂതകാൽ? അപൂർണ്ണ ഭൂതകാലം എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്ത, ഭൂതകാലത്താണ് സംഭവിക്കുന്നത് പക്ഷെ പൂർണ്ണമല്ല. അതിനെയാണ് അപൂർണ്ണ ഭൂതകാലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു परिभाषा നമുക്ക് നോക്കാം. इससे ये ज्ञात होता है कि क्रिया भूतकाल में ही हो रही थी किंतु उसकी समाप्ति का पता नहीं चलता. അതായത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവൃത്തി സംഭവിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ കാരണവശാൽ അതിൻ്റെ സമാപനം, അത് അവസാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഇല്ല. അപ്പോൾ അതിനെയാണ് അപൂർണ്ണ ഭൂതകാലം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം. क्रिया के जिस रूप से ये जाना जाए कि क्रिया भूतकाल में हो रही थी पर उसकी समाप्ति का पता ना लगे वह अपूर्ण भूतकाल कहलाता है. ഭൂതകാലത്തിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത്, പക്ഷേ അത് അവസാനിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരവുമില്ല. അപ്പോൾ അതിനെയാണ് അപൂർണ്ണ ഭൂതകാലം എന്ന് പറയുന്നത്. അപൂർണ്ണ ഭൂതകാലം ആ പേര് തന്നെയുണ്ട് അല്ലേ, പൂർണ്ണമല്ലാത്തത്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. धातु के साथ पुल्लिंग एकवचन में ता था या रहा था, बहुवचन में थे या रहे थे, स्त्रीलिंग के एकवचन में थी या रही थी तथा बहुवचन में थी या रही थी जोड़ने से अपूर्ण भूतकाल की क्रिया बनती है. നമ്മൾ പുല്ലിംഗ ഏകവചനമാണെങ്കിൽ താ എന്ന അവസാനം ധാതുവിൻ്റെ കൂടെ ചേർത്താൽ മതി, അല്ലെങ്കിൽ രഹാത്ത. ബഹുവചനമാണെങ്കിൽ ഥേ അല്ലെങ്കിൽ രഹേത്തെ. സ്ത്രീലിംഗ വിഭജനമാണെങ്കിൽ തീ രഹീത്തി. അതുപോലെ സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ തീ യാ രഹീത്തീം ചേർത്താൽ നമുക്ക് അപൂർണ്ണ ഭൂതകാലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൽത്താത്ത അല്ലേ. ചൽത്ത എന്ന് പറയുന്ന ധാതുവിൻ്റെ കൂടെ നമ്മൾ താ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപൂർണ്ണ ഭൂതകാലം കിട്ടും. ചൽത്തേത്തെ, चलती थी, चलती थीम, चल रहा था, चल रहे थे, चल रही थी, चल रही थी. ഇത് ഏകവചനത്തിലും പുല്ലിംഗ അതുപോലെ സ്ത്രീലിംഗവും ബഹുവചനത്തിലൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ സുരേഷ് ഗീത് ഗാ രഹാ താ. സുരേഷ് ഗീതം പാടുകയായിരുന്നു. അപ്പോൾ അത് പ്രവൃത്തി ഭൂതകാലത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവസാനിച്ചതായിട്ടുള്ള ഒരു അറിവും ഇല്ല. ഗീത സോ രഹിത്തി, ഗീത ഉറങ്ങുകയായിരുന്നു അല്ലേ. ഗീത ഉറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കത് പൂർണ്ണമാണ്. ഗീത സോ ഗയി അല്ലേ, അല്ലെങ്കിൽ ഗീത സോയ അല്ലെങ്കിൽ സോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ ഇവിടെ വ്യക്തമല്ല. ഇപ്പോൾ സുരേഷ് ഗീത് ഗാരഹാത്ത എന്ന് പറഞ്ഞാൽ സുരേഷൻ ഗീതം പാടുകയായിരുന്നു അല്ലേ. സുരേഷ് ഗീത് ഗായ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല. അതിനെയാണ് അപൂർണ്ണ ഭൂതകാലം എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അപൂർണ്ണ ഭൂതകാലം, പൂർണ്ണമല്ലാത്തത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ക്രിയാ ധാതുവിൻ്റെ കൂടെ ത, ഥേ, രഹേത്തെ, രഹീത്തി എന്നൊക്കെ കൊടുത്താൽ മതി. സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളത്, അതുപോലെ ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക്
संदिग्ध भूतकाल എന്താണ് संदिग्ध भूतकाल? इसमें ये संदेश बना रहता है कि भूतकाल में कार्य पूरा हुआ था या नहीं. നമുക്ക് സംശയമാണ് ഭൂതകാലത്തിൽ പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ ഇല്ലേ എന്ന് നമുക്കൊരു സംശയം. അതിനെയാണ് സംദിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന डेफिनेशन പ്രകാരമാണ് क्रिया के जिस रूप से भूतकाल तो पाया जाए किंतु उसके होने में कुछ संदेह हो उसे संदिग्ध भूतकाल कहते हैं. അതായത് സംശയം, ഭൂതകാലത്തിൽ പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയം. അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ സാമാന്യ भूतकाल की क्रिया के साथ लिंग वचन और पुरुष के अनुसार होंगे होंगी होगा होगी होगा और होंगी जोड़ने से संदिग्ध भूतकाल की क्रिया बनती है. എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭൂതകാലത്തിൻ്റെ എല്ലാ ഭേദങ്ങളിലും നമുക്കത് ലഭിക്കണമെങ്കിൽ സാമാന്യ ഭൂതകാലത്തിലെ വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് ഓരോന്ന് ചേർത്ത് നോക്കുന്നത്. ഇവിടെ നമുക്ക് സംദിഗ്ധ ഭൂതകാൽ കിട്ടണമെങ്കിൽ ലിംഗവും വചനവും പുരുഷനും അനുസരിച്ച് സാമാന്യ ഭൂതകാൽ की क्रिया के साथ ഹോങ്കയും ഹോങ്കിയും ഹോഗ ഹോഗി ഹൂങ്ക ഹൂങ്കിയൊക്കെ ചേർത്താൽ നമുക്ക് സംദിഗ്ധ ഭൂതകാലം കിട്ടും. ഉദാഹരണം ചലാ ഹോഗ. അപ്പോൾ ചല എന്ന് പറയുന്ന സാമാന്യ ഭൂതകാലത്തിലുള്ള ഒരു ശബ്ദമാണ് അല്ലേ, ധാതുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹോഗ ചേർത്താൽ നമുക്ക് ചലാ ഹോഗ, പോയിട്ടുണ്ടാകാം അല്ലേ. ചലേ ഹോങ്കെ, ചലി ഹോഗി, ചലി ഹോങ്കി, ചലാ ഹൂങ്ക, ചലി ഹൂങ്കി. ഇതൊക്കെ സ്ത്രീലിംഗമാണോ ബഹുവചനത്തിലാണോ ഏകവചനത്തിലാണോ ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ സംദിഗ്ധ ഭൂതകാലം എന്ന് പറഞ്ഞാൽ സംശയമാണ് അല്ലേ. തുമ്നെ ഗായ ഹോഗ, നീ പാടിയിട്ടുണ്ടാകാം. തു ഗായ ഹോഗ, നീ പാടിയിട്ടുണ്ടാകാം. വ ചലാ ഗയ ഹോഗ, അവൻ പോയിട്ടുണ്ടാകാം അല്ലേ. ഭൂതകാലത്തിൽ സംശയമാണ്, അത് നടന്നിട്ടുണ്ടാകുന്നുള്ളത് ഒരു സംശയം ഇവിടെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനെയാണ് സംദിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കിസാൻ കാം ബന്ദ് കർക്കെ ഘർ ജാ ചുക്കേ ഹോങ്കെ, കർഷകൻ ജോലി അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടാകാം അല്ലേ. ഗയ എന്ന് പറഞ്ഞാൽ അല്ലേ, കിസാൻ കാം ബന്ദ് കർക്കെ ഘർ ഗയ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ഭൂതകാലമാണ്, ഉറപ്പാണ്. ഓങ്കെ എന്നൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്കിത് സംശയം വരുന്നത്. അപ്പോൾ അതാണ് സംദിഗ്ധ ഭൂതകാലം. ഇനി ഹേതു ഹേതുമത് ഭൂതകാലം, ഇത് അവസാനത്തെ അതിൻ്റെ ഭേദമാണ്. നമ്മളിപ്പോൾ ഭൂതകാലത്തിൻ്റെ ഭേദങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ആറാമത്തെ ഭേദമാണ് ഹേതു हेतुमत भूतकाल. इससे ये पता चलता है कि क्रिया भूतकाल में होने वाली थी पर किसी कारण न हो सकी. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രവൃത്തി ഭൂതകാലത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തോ കാരണത്താൽ സംഭവിച്ചില്ല. അപ്പം അങ്ങനത്തെ ഭൂതകാലത്തെയാണ് ഹേതു ഹേതുമത് ഭൂതകാലം എന്ന് പറയുന്നത്. ടെസ്റ്റിൽ എന്താണ് കൊടുത്തത് നോക്കാം. क्रिया के जिस रूप से ये पाया जाए कि कार्य का भूतकाल में होना संभव था किंतु किसी कारणवश न हो सका. എന്തോ കാരണത്താൽ അത് ആ പ്രവൃത്തി നടന്നില്ല. ഉസെ ഹേതു ഹേതുമത് ഭൂതകാൽ कहते हैं. ഇനി ഇതെങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം, എങ്ങനെയാണ് അത് ഈ ഒരു ഭൂതകാലത്തിലേക്ക് നമുക്ക് മാറ്റാം എന്ന് നോക്കാം. धातु के आगे लिंग और वचन के अनुसार ता ते ती और तीम जोड़ने से हेतु हेतुमत भूतकाल की क्रिया बनती है. ധാതുവിൻ്റെ കൂടെ, അതായത് സാമാന്യ ഭൂതകാലത്തിലെ ധാതുവിൻ്റെ കൂടെ നമ്മൾ താ തേ തി എന്നൊക്കെ ലിംഗവും വചനത്തിനനുസരിച്ച് ചേർത്താൽ നമുക്കത് കിട്ടും. ഇപ്പോൾ ചൽത്ത, ചൽത്തേ, ചൽത്തി, ചൽത്തി. യദി തും ആത്തെ തോ മേ ജാത്ത, നീ വന്നിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അധ്യാപക് കേത്തെ തോ ലड़के ചുപ് രഹത്തെ, അധ്യാപകൻ പറഞ്ഞിരുന്നെങ്കിൽ ബോയ്സ് മിണ്ടാതിരുന്നേനെ അല്ലേ. പറഞ്ഞിരുന്നെങ്കിൽ മിണ്ടാതിരുന്നേനെ, പോയേനെ, ചെയ്തേനെ. എന്തോ കാരണവശാൽ അത് സംഭവിച്ചില്ല. അപ്പം അതിനെ സൂചിപ്പിക്കുന്നതാണ് ഹേതു ഹേതുമത് ഭൂതകാൽ. കുറച്ച് മറ്റുദാഹരണം നോക്കാം. മേത്ത, ഞാൻ വരുമായിരുന്നു. മേ തു ജാത്ത, നീ പോകുമായിരുന്നു. വ കാത്ത, അവൻ കഴിക്കുമായിരുന്നു. മേ ഘർ പർ ഹോത്ത തോ വ അവശ്യ റുക്തി, ഞാൻ വീട്ടിലുണ്ടാകുമായിരുന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്തായാലും നിൽക്കുമായിരുന്നു അല്ലേ.
എന്തോ കാരണത്താൽ അത് ചെയ്യാൻ കംപ്ലീറ്റ് ആവാൻ സാധിച്ചില്ല. അതിനെയാണ് ഹേതു ഹേതുമത് ഭൂതകാൽ എന്ന് പറയുന്നത്. इससे ये पता चलता है कि क्रिया ഭൂതകാൽ में होने वाली थी. ഭൂതകാലത്തിൽ സംഭവിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്, പക്ഷേ എന്തോ കാരണത്താൽ സംഭവിച്ചില്ല. അപ്പോൾ അതാണ് ഹേതു ഹേതുമത് ഭൂതകാൽ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് മറ്റ് വിവരം കൂടി നോക്കാം. हेतुमत भूतकालത്തെ പറ്റിയാണ്. हेतु हेतुमत भूतकाल एक और भी रूप है जिसे कुछ वैयाकरण पूर्ण संकेतार्थ भूतकाल नाम का एक स्वतंत्र प्रकार मानते हैं. അതായത് ചില പണ്ഡിതന്മാർ ഇതിനെ ഹേതുമത് ഭൂതകാലത്തെ പൂർണ്ണ സംഗതാർത്ഥ ഭൂതകാൽ നാം കാ एक സ്വതന്ത്ര പ്രകാർ, അതിൻ്റെ മറ്റൊരു രൂപമാണ്, പ്രകാറാണെന്ന് ആണ് പറയുന്നത്. इसमें सामान्य भूतकाल की क्रिया के साथ लिंग वचन के अनुसार होता होते होती और होतीम आदि जोड़ जाते हैं. ഇതിൻ്റെ കൂടെ സാമാന്യ ഭൂതകാലത്തിൻ്റെ ക്രിയയുടെ കൂടെ ലിംഗ് വചനത്തിനനുസരിച്ച് ഹോത്ത ഹോത്തെ ഹോത്തി ഹോത്തിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, പൂർണ്ണ സംഖ്യാതാർത്ഥ ഭൂതകാലം കിട്ടും എന്നാണ് പറയുന്നത്. ഉദാഹരണം, വിദ്യാർത്ഥിനെ പരിശ്രമം കിയാ ഹോത്താ തോ വോ അവശ്യ ഉത്തീർണ്ണ ഹുവാ ഹോത്താ. വിദ്യാർത്ഥി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും പാസ്സാകുമായിരുന്നു എന്ന് ആണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തത്. എന്തോ കാരണത്താൽ സംഭവിച്ചില്ല. അപ്പോൾ അതിനെയാണ് ഹേതുമത് ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പേരാണ് ഇവിടെ പണ്ഡിതന്മാർ, വ്യാകരണ പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭൂതകാലത്തിൻ്റെ ഭേദങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെ ആ കാലത്തിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.